ഹായ് ഡിയേഴ്സ്, എന്തെല്ലാം വിശേഷങ്ങൾ? അപ്പോൾ നമ്മളെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ദേവൂട്ടി അമ്പാടിയും സ്കൂളിലേക്ക് പോകുന്നതാണ്. അമ്പാടി ആദ്യം അങ്ങ് മുമ്പ് പോയിട്ടുണ്ട്, പുറകെ തന്നെയാണ് ദേവൂട്ടി പോകുക. അതെപ്പോൾ അങ്ങനെ തന്നെയാണ്, പുറകെ ആയിരിക്കും ദേവൂട്ടി മെല്ലെ പോകുള്ളൂ. വണ്ടി വന്ന് അവിടെ നിന്നാലും ദേവു മെല്ലെ പോകുള്ളൂ. അപ്പോൾ അവർ രണ്ടാളും സ്കൂളിൽ പോയതിന് ശേഷമാണ് ഞാൻ ചായ കുടിക്കാനിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെറുപയർ ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ, ചെറുപയർ ദോശയും ചട്നിയും. അപ്പം ഞാനത് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്ത് വെച്ച് എങ്ങനെയോ ഞാനത് ഇത് മെമ്മറി ഫുള്ളായിട്ട് അതെങ്ങനെയോ ഞാൻ പഴയ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കുമ്പോൾ ആ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ചെറുപയറും ഉഴുന്നും പച്ചരിയും എല്ലാം കൂട്ടിയിട്ട് ഉള്ള ദോശയാണ്. നല്ല ഹെൽത്തി ഫുഡ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതിങ്ങനെ പുളിച്ചിങ്ങനെ പൊങ്ങി വന്നിനേനും, കാണാൻ നല്ല ഭംഗിയുണ്ടേനും. പക്ഷേ ആ വീഡിയോ മിസ്സായിപ്പോയി. പക്ഷേ അത് ചൂടോടെ തിന്നാലേ ടേസ്റ്റുള്ളേ. എനിക്ക് ആ ടേസ്റ്റ് അത്ര പിടിച്ചിട്ടില്ല. ഇതിൽ ചെറിയൊരു പുളിപ്പ് അധികം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല എരിവുള്ള ചട്നീൻ്റെ ഒപ്പം ചൂടോടെ തിന്നാൽ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം നമ്മളത് തിന്നുമ്പോഴേക്ക് അത്ര ടേസ്റ്റ് ഇല്ലേനുവേ. അപ്പോൾ ഞാൻ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. എന്തെങ്കിലും കറി വെക്കാനുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെ നടന്ന്. അപ്പം നമ്മളെ കർമൂസ് ഇന്നലെ നനച്ച് വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഇല്ലേ, അതിൻ്റെ അകത്ത് ആ കർമൂസ് ഞാനിങ്ങ് പറിച്ച് കുറച്ചും കൂടെ വണ്ണം വെക്കുകയും. പക്ഷേ കറി വെക്കാൻ നോക്കുമ്പം വേറെയൊന്നും പച്ചക്കറികൾ വേറെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പാടെ ഞാൻ വിചാരിച്ച് മീൻ ഇന്ന് വാങ്ങാൻ കഴിയില്ല, ഇന്നലെ വാങ്ങിയതുകൊണ്ട് ഇന്ന് വാങ്ങുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പാടും കർമൂസ് വെക്കാമെന്ന് വെച്ചു. കർമൂസ് കുറച്ച് പുളിയെല്ലാം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അല്ലെ പിന്നെ മോരൊഴിച്ച് വെക്കണം, മോരുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ മോര് എനിക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ കർമൂസ് പുളി വെച്ചിട്ടാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് കുറച്ച് കാന്താരിയും കൂടെ പറിച്ച്, കാന്താരി നമ്മൾ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ വെച്ച് കാന്താരിയും കൂടെ അരച്ച് കഴിഞ്ഞാൽ നല്ല എരിവുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പറിച്ചിട്ട് ഇങ്ങനെ കയറി വരുന്നതാണ്. അപ്പോൾ പൂച്ച ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പൂച്ച ഇന്ന് ഇവള് മീനില്ലാന്ന് തോന്നുന്നു എന്നുള്ള ഇതിലാന്ന്. അല്ലെങ്കിൽ ഞാൻ ഗ്രിൽസ് തുറക്കുമ്പോൾ വേഗം മീനാന്ന് വിചാരിച്ചിട്ട് വേഗം ഓടിപ്പിടിച്ച് വരുന്നതാണ്. അപ്പം പൂച്ചേനെ ഞാൻ ഇന്ന് പറ്റിച്ച്. അതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിയതാണ്. വെള്ളം കൂടി തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് വെള്ളം വേഗം കുടിക്കാൻ നോക്കുമ്പോൾ വെള്ളം കാണുന്നില്ല. അപ്പോൾ ഫ്ലാസ്കിൽ ഇന്ന് രാവിലെ നിറച്ച് വെക്കാൻ മറന്നുപോയി. അപ്പോൾ കയ്യോടെ അതങ്ങ് ചെയ്ത് ആ പരിപാടി അങ്ങ് കഴിച്ച് വെച്ച്. പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ട് അടുക്കളയിൽ. തട്ടെല്ലാം കുറച്ച് കടുക് പൊട്ടിച്ച് നമ്മൾ ചട്നി ആക്കിയാലും കടുക് പൊട്ടിച്ചിട്ടുള്ള എണ്ണയെല്ലാം തെറിച്ചിട്ട് കുറച്ചൊരു വൃത്തികേടായിട്ടുണ്ട്. അപ്പം കയ്യോടെ അതെല്ലാം അങ്ങ് തുടച്ച് വെച്ച് അപ്പം തന്നെ അതങ്ങ് ചെയ്യുകയാണെങ്കിൽ പിന്നേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതൊരു ഡബിൾ പണിയാകും. അടുത്ത ഭക്ഷണം നമ്മൾ പാചകം ചെയ്യുന്നതിൻ്റെ അതും ഇതെല്ലാം അതിൽ പിന്നെ അരവെല്ലാം പിടിച്ച് പിന്നെ അത് ഓവർ പണിയാവില്ലേ. അപ്പോൾ കയ്യോടെ അതങ്ങ് ചെയ്ത് വെച്ചാൽ നീറ്റായി കിടക്കുമല്ലോ. അപ്പോൾ ഇതാ കർമൂസ് മുറിക്കുന്നതാണ്. കുറച്ചും കൂടെ മൂക്കണേ, ഇതിപ്പോൾ ചെറും ചള്ളാന്ന്. അപ്പോൾ കറി വെക്കാൻ പാകമായിന്. അധികം കുറച്ച് നല്ല മൂത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ തേങ്ങ അരച്ചെല്ലാം വെക്കുമ്പം ഒരു മധുരം അടിക്കൂലേ. അപ്പോൾ കറി വെക്കാൻ പാകം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ചും കൂടെ വണ്ണം വെക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചും കൂടെ വലുതാകുകയും. അപ്പോൾ നമുക്ക് കറീൻ്റെ പരിപാടിയിലേക്ക് കിടക്കാമല്ലേ. അപ്പോൾ തോല് കളഞ്ഞ് അതെല്ലാം ഒന്ന് അതിൻ്റെ ഭയങ്കര ഇതുണ്ട്, എന്നാൽ ചൊനാന്നല്ല അതിന് പറയുക, അത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പം ഞാനൊന്ന് വീഡിയോ ഒന്ന് കുറച്ച് അടിച്ച് വിടുന്നുണ്ട് കേട്ടോ. ഇത് ഈ ചെറുങ്ങനെ ഇങ്ങനെ തോല് ചെത്തി വരുമ്പോഴേക്ക് കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും, പറയുന്ന എനിക്കും ബോറടിക്കും വോയിസ് ഓവർ കൊടുക്കുമ്പം തന്നെ. അപ്പോൾ ഞാനതൊന്ന് മെല്ലെ ഒന്ന് അടിച്ച് വിട്ടു കേട്ടോ. ഫാസ്റ്റായിട്ട് ഏതൊരു വീഡിയോയിൽ ഞാൻ മുറ്റടിക്കുന്നത് ഫാസ്റ്റായിട്ട് ഇട്ടുതരാം, കമൻറ്റ് ഉണ്ടേനും. ഇങ്ങനെ സ്പീഡിൽ ജോലി ചെയ്യുന്നത് കാണാൻ നല്ല രസമുണ്ടെന്ന്. അതുപോലെ കാണാൻ എന്തെളുപ്പം, അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലല്ലേ. അപ്പോൾ അത് തോലെല്ലാം ചെത്തി കഴുകി വന്നു കേട്ടോ. അപ്പോൾ അവിടെ തന്നെ അവിടെയുള്ള കുരുവെല്ലാം അങ്ങോട്ട് അന്നേരം തന്നെ വൃത്തിയാക്കിയിട്ട് പിന്നെ ഞാനിത് കുക്കറിലാണേ വെക്കുന്നത്. കുക്കറിലാണേ വെക്കുന്നത് തന്നെ ഒരുവിധം പച്ചക്കറികളെല്ലാം ഇപ്പം കുക്കറിൽ തന്നെയാണ് വെക്കുക. ചട്ടിയിൽ മീൻകറി മാത്രമേ വെക്കലുള്ളൂ. അപ്പോൾ കഷ്ണം ഇത് കുറച്ച് വണ്ണത്തിൽ തന്നെയാണ് അരിഞ്ഞിടുന്നത്. നമ്മൾ ഓലനാണെങ്കിലല്ലേ തീരെ നൈസായിട്ട് മുറിച്ചിടേണ്ടതുള്ളൂ. ഇത് പിന്നെ കുറച്ച് കട്ടിയിൽ തന്നെ അങ്ങ് മുറിച്ചിട്ട് പിന്നെ അതിലേക്ക് ഉപ്പും മുളകും പിന്നെന്താ മഞ്ഞപ്പൊടിയും കൂടെ കൂട്ടിയിട്ട് വേവിച്ചിട്ട് വേകുമ്പോൾ പുളി ഒഴിക്കുക, അരവിടുക, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ തിന്നുന്നതിനിടയ്ക്ക് എന്ത് പച്ചക്കറി തിന്നാലും കയ്പ്പൊക്കെ ഒഴികെ ബാക്കി വായിലോട്ട് പോകും. പക്ഷേ ഇത് നല്ല സാധനം കേട്ടോ. നമ്മൾ പച്ചക്ക് നമ്മൾ വേവിച്ച് തിന്നുന്നതിനേക്കാളും ഏറ്റവും ഗുണമുള്ള സാധനമല്ലേ നമ്മളെ കർമൂസ്. കുട്ടികൾക്കെല്ലാം നല്ലതാണ്, വിരശല്യത്തിനെല്ലാം നല്ലതാണ്. പക്ഷേ എങ്കിൽ ഇടിയുള്ള രണ്ടാളും തൊട്ട് നോക്കൂല. പഴുത്തതാണെങ്കിൽ നിർബന്ധിച്ചാൽ തിന്നു എന്നല്ലാണ്ട്
ഇഷ്ടമാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജ്യൂസ് അടിച്ചാൽ ഷെയ്ക്കെല്ലാം അടിച്ച് കഴിഞ്ഞാൽ കുടിച്ചോളൂ. അല്ലാണ്ട് ഇത് പച്ചക്കൊന്നും തിന്നുന്ന കാര്യം അവരോട് പറയുകയേ വേണ്ട. നല്ലതൊന്നും പിന്നെ മക്കൾക്ക് പറ്റൂലല്ലോ അല്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുന്നത്. ഇതൊന്നും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല, എല്ലാവരും വെക്കുന്നത് തന്നെയല്ലേ അല്ലേ. പിന്നെ ഞാൻ എന്തായാലും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വോയിസ് ഓവർ കൊടുക്കണ്ടേ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞു വിടുന്നതാണ്. അപ്പോൾ അന്നേരം അപ്പം തന്നെ തട്ടെല്ലാം അങ്ങ് വൃത്തിയാക്കി അവിടെ അടുപ്പത്ത് വെച്ച്. പിന്നെ ഫാഷൻ ഫ്രൂട്ട് കിട്ടീനേനും, അത് രാവിലെ അമ്മക്ക് കിട്ടിയത്, അമ്മ എടുത്ത് തന്നതാണ്. അപ്പോൾ അവിടെ അത് പൊട്ടിച്ച് തിന്നുന്നതാണ്. കുറച്ച് വാടിപ്പോയി തോല്, അതാണ് അങ്ങനെ പൊട്ടിക്കുമ്പോൾ കിട്ടാത്ത. അല്ലെങ്കിൽ പിന്നെ അധികം തോല് വാടാത്തയാണെങ്കിൽ ഇങ്ങനെ 2 കൈ വെച്ച് പ്രസ് ചെയ്യുമ്പോഴേക്ക് അതിങ്ങനെ പൊട്ടി വരും. അപ്പോൾ അത് തെറിക്കുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ബലം പിടിച്ച് നിന്ന് നോക്കുമ്പോൾ ഇവിടെ ആയിട്ടില്ല. കുറച്ച് വിഷമിച്ചത് പൊട്ടിച്ചെടുക്കുക. അപ്പം പിന്നെ പഞ്ചസാര ഇട്ടിട്ട് ഇളക്കി തിന്നുന്ന പരിപാടിയൊന്നുമില്ല നമുക്ക്. ഇതിങ്ങനെ കൈ കൊണ്ട് ഞെക്കി പൊട്ടിക്കുക, പീസ് എടുക്കുക, എന്നിട്ട് അതിങ്ങനെ ഒരു നുള്ളുമ്പോൾ തന്നെ അതിൻ്റെ മൊത്തം ഇങ്ങ് വരും. ഇതുപോലെ തേച്ച് ഇങ്ങ് വരേണ്ടതാണ്. പക്ഷേ ആദ്യം കുറേ നോക്കി, പിന്നെ വന്നിട്ടില്ല. പിന്നെ ലാസ്റ്റ് അത് മൊത്തം വായിലേക്ക് ഇട്ട് ലാസ്റ്റ് എല്ലാം കുളമായി. ലാസ്റ്റ് ലാസ്റ്റ് തിന്ന് അപ്പോഴേക്കും നമ്മളെ കുക്കർ വിസിലടിച്ചു കേട്ടോ. 2 വിസിലിന് നല്ലോണം വെന്തിന്. പിന്നെ അതിനുള്ള അരവ് തേങ്ങയും മഞ്ഞളും മുളകും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറിന് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നതാണ്. കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ഈ ചൂട് കഞ്ഞിവെള്ളം കുടിക്കാൻ നല്ലൊരു ആശ്വാസമാണ്, ക്ഷീണം മാറാനെല്ലാം നല്ലതാണ്. അപ്പോൾ കുപ്പിയിലുള്ള വെള്ളം മുക്കിയത് പോരാഞ്ഞിട്ടാണോ എന്നൊരു ചോദ്യം ചിലരിൽ നിന്നെല്ലാം ഉണ്ടാകാം. പക്ഷേ ഇത് അല്ലേ, കഞ്ഞിവെള്ളം കുടിക്കുന്നതിൻ്റെ ആ ഒരു ഇത് നമുക്ക് വേറെ തന്നെ അല്ലേ. കുറച്ച് തണിഞ്ഞ് ഉപ്പിട്ട കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ നല്ലൊരു ഉഷാറാണ്. അപ്പോൾ അങ്ങനെ കഞ്ഞിവെള്ളം കുടിക്കലുണ്ട്. അപ്പോൾ ചോറെല്ലാം വാർത്ത് പിന്നെ നമ്മളെ കറീൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കണേ, ഒന്ന് കമൻ്റ് അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന കുറച്ച് പേരുണ്ട്. അവരെല്ലാം വീഡിയോ നന്നായിട്ടുണ്ട് എന്ന് പറയലുണ്ട്, നല്ല ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, എന്നാലും എല്ലാവരും ഒന്നും കാണുന്നില്ല. പക്ഷേ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിക്കണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ആ ലൈക്ക് ഒന്ന് അടിച്ചു വിട്ട് പോയാൽ മതി. അപ്പോൾ എല്ലാവർക്കും കമൻ്റ് അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. പക്ഷേ ലൈക്ക് അടിക്കുന്നുണ്ട്, പ്രശ്നമില്ലല്ലോ. ലൈക്കൊന്നും അടിക്കണം. എന്നാൽ അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്തായാലും ഇനി മുടങ്ങാണ്ട് ഞാൻ വീഡിയോ ഇടാൻ നോക്കും. പരമാവധി 1.5 ദിവസങ്ങളിൽ ഇടുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ മുടങ്ങുന്നതുകൊണ്ടാണ് വ്യൂസ് കുറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. പണ്ട് കുറച്ച് ദിവസങ്ങളിൽ വീഡിയോ നന്നായിട്ട് ഓടിക്കൊണ്ടിരുന്നതിനും അപ്പം പെട്ടെന്ന് എനിക്ക് സുഖമില്ലാണ്ടായി, വീഡിയോ ഇടാണ്ടായി. അപ്പം നോക്കുമ്പം വീഡിയോന് വ്യൂസ് തീരെ കുറവാണ്. അപ്പോൾ ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല കേട്ടോ. ഞാൻ 1.5 ദിവസങ്ങളിൽ വീഡിയോ ഉണ്ടാവും. 6:30 എല്ലാവരും ഒന്ന് വീഡിയോ കയറി കാണണേ. അതുപോലെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളാണ് നമ്മളെ മുന്നോട്ടുള്ള വിജയം. കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയിട്ട് ഇനി പകുതി വഴിക്കിട്ട് പോകാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ചില സമയം വ്യൂസ് എല്ലാം കുറഞ്ഞിട്ട് കാണുമ്പോൾ ഞാൻ വിചാരിക്കും മതി, നിർത്തിയിട്ട് പോകാമെന്ന് വിചാരിക്കും. പക്ഷേ എന്നാലും ഞാൻ വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷമാണെന്ന് തോന്നിയത്. കഴിഞ്ഞ വർഷമാണ് എനിക്ക് മോണിറ്റൈസേഷൻ ആയത്. എന്നിട്ടും ഇതുവരെ എനിക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റിയിട്ടില്ല, പകുതി വഴിക്കാന്നുള്ളത്. അപ്പോൾ ലക്ഷ്യം നേടുമെന്നുള്ള ആ ഒരൊറ്റ വാശിയിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരണം ഉണ്ടാകണം. എല്ലാവരും വീഡിയോ കാണണേ. നമ്മുടെ പ്ലാവിൽ ചക്കയായി വരുന്നുണ്ട് കേട്ടോ, മൂത്തിട്ടില്ലാന്നേ ഉള്ളൂ. അന്ന് ഇതിൻ്റെ അകത്താണ് ആദ്യം ആ വലിയ ചക്കയായത്, ആദ്യമായ ചക്കയാണ്. അത് പഴുത്ത് കെട്ടുപോയി. ഞാനന്ന് വീഡിയോ ഇട്ടിനേനും തിന്നാൻ യോഗമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പം ചക്ക ആയിക്കൊണ്ടിരിക്കുന്നു, മൂത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. പുറത്ത് പണിയെടുക്കുന്നവരെല്ലാം സമ്മതിക്കണം. ഒരു 10 മിനിറ്റ് പുറത്ത് മുറ്റത്ത് നിൽക്കുമ്പോഴേക്ക് ചത്ത് പൊള്ളിപ്പോന്നു. വെള്ളം കുടിച്ചാലും മതിയാവില്ല. അരച്ചിട്ടില്ല, നല്ല തണുത്ത വെള്ളം കിട്ടിയാൽ കുടിക്കാൻ തോന്നും. പക്ഷേ എങ്കിൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ ചിലപ്പോൾ വണ്ടി കൊണ്ടോട്ടേ വരും. ഈ സമയത്ത് കഫക്കെട്ടുള്ള ഈ സമയത്ത് ഞാൻ പച്ചവെള്ളം കൂടെ കുടിച്ചാൽ നല്ല രസമായിരിക്കും. ചുമച്ച് മരിക്കുക.
അപ്പോൾ അലക്കെല്ലാം കഴിഞ്ഞ് നമ്മളെ കറീൻ്റെ പരിപാടിയിലേക്കാണുള്ളത്. അത് വെന്ത് വെച്ചിന് കർമ്മൂസ് അല്ലെങ്കിൽ കപ്പളങ്ങ വെന്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരവിട്ടതിന് ശേഷം ഞാൻ പുളി ഒഴിച്ചത് കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും ഒഴിക്കാം. വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുളി ഒഴിക്കാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളെ കുപ്പിയിലെ മുളച്ച് വന്ന കറിവേപ്പില എടുത്ത് കടുക് വറുത്തിടുന്നു. ഇത്രയേ ഉള്ളൂ നമ്മളെ കർമ്മൂസ് മുളകിട്ടത് കർമ്മൂസ് പുളി ഒഴിച്ച് വെച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറെല്ലാം തിന്ന് കഴിഞ്ഞ് ഇത് ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണേ. അപ്പോൾ അമ്പാടിയും ദേവൂട്ടിയെല്ലാം സ്കൂൾ വിട്ട് വരാനായി. അപ്പോൾ ഇന്ന് അവർക്ക് ചായക്ക് കൊടുക്കാൻ വേറെ ഒന്നുമില്ല. ചായക്ക് എന്തെങ്കിലും ഒരു ചെറിയ കടി അവർക്ക് നിർബന്ധമാണ്, അവർക്കെല്ലാം നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ ഇന്ന് വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് മാവ് കുഴച്ചത് ബാക്കിയുണ്ടേനെ, ഫ്രിഡ്ജിലുണ്ടേനു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് പൊടിയും കൂടി ഇട്ട് ഉപ്പെല്ലാം ഇട്ട് കുറച്ച് തേങ്ങയും ജീരകവും എല്ലാം കൂടി ഇട്ടിട്ട് ചെറിയ കുഴക്കട്ടയാക്കിയിട്ട് അടുപ്പത്ത് വെക്കലാന്ന്. അപ്പം ചെറിയതാണ്. അപ്പം നല്ലൊരു ഡിസൈനെല്ലാം ആക്കി വെച്ച് കഴിഞ്ഞാൽ ഇവർ തിന്നു. സാധാരണ നമ്മളാക്കും പോലെ ആ വലിയ കുഴക്കട്ട കയ്യിൽ ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ തിന്നാൻ വലിയ മടിയാണ്. അപ്പം ഞാൻ വിചാരിച്ചിത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഉരുട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഉരുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചൊരു മോഡൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ആക്കി വെക്കുന്നത്. ഇത് വെന്തതിന് ശേഷം ബാക്കി പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. വെക്കാൻ നമ്മളെ പ്ലാവിലല്ല, വെക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തുനിന്ന് തന്നതാണേ. അപ്പോൾ മൂത്തിട്ടില്ല, മൂത്ത് വരുന്നേ ഉള്ളൂ. എന്നാലും ആദ്യമായിട്ടുണ്ടാകുന്ന ചക്കയല്ലേ, അപ്പോൾ എങ്ങനെയായാലും ഒന്ന് വെക്കാമെന്ന് വിചാരിച്ച് മുറിച്ചിടുന്നത്. അപ്പോൾ എൻ്റെ ഇത് 4 മണി പലഹാരം അടുപ്പത്തായതുകൊണ്ട് അപ്പുറം പോയി മുറിച്ചിട്ടില്ല. ഞാൻ അടുക്കളയിൽ വെച്ച് തന്നെ ഒരു പേപ്പറെല്ലാം വെച്ചിട്ട് മുറിക്കുന്നതാണ്. അപ്പം കത്തി നല്ല അടിപൊളി കത്തി ആയതുകൊണ്ട് മുറിച്ചാലും മുറിയുന്നില്ല. അപ്പോൾ എങ്ങനെയല്ലോ മുറിച്ചെടുത്ത്. അപ്പോൾ ഇത് ആ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഈ കുഴക്കട്ട നോക്കാൻ വരണം. അത് പണിയല്ലേ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇടുന്ന് തന്നെ മുറിക്കാമെന്ന്. കത്തീൻ്റെ ആ മൂർച്ച കൊണ്ട് ചക്കച്ചുളയെല്ലാം തെറിച്ച് പോകുന്നുണ്ട് കഷ്ണമായിട്ട്. കത്തിയാലിൻ്റെ അങ്ങനെ മൂർച്ച കുറവാണ്, മൂർച്ചയാക്കി വെക്കണം. അപ്പോൾ ചക്ക അട മുറിച്ചിടുന്ന ആ സമയം കൊണ്ട് ഇപ്പുറം കുഴക്കട്ട റെഡിയായി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു ഇനി ബാക്കിയും കൂടെ ചെയ്യണമെന്ന്. അപ്പോൾ അപ്പോഴേക്ക് ദേവൂട്ടി അമ്പാടിയും വന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ വീഡിയോ എടുത്ത് തരുന്നത് ദേവാണ്. അതുകൊണ്ട് ആ വീഡിയോൻ്റെ സ്റ്റൈൽ കാണുമ്പോൾ തിരിയുന്നില്ല, ഇളകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾ അതിനുള്ള ഓരോ നിർദ്ദേശങ്ങൾ തരുന്നത്. അമ്മ മുളക് പൊടി ഇട്, അതിടും. ഞാൻ മുളക് പൊടി ഇടണമെന്ന് ഓളോട് ആദ്യം ചോദിച്ചതാണ്. അന്നേരം ഇതിൻ്റെ അകത്ത് മുളക് പൊടി ഇടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഓൾ അന്നേരം വേണ്ടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മൾ ആ കടുക് പൊട്ടിച്ച എണ്ണയിൽ തന്നെ ഈ മുളക് പൊടി ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ അതിലേക്ക് ഇടുക ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഓൾ അമ്മ എന്നാൽ ഇടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് ഞാൻ വേഗം അതിൻ്റെ ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് ഒന്ന് ഇട്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ചായേൻ്റെ ഒന്നിച്ച് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. വെറുങ്ങനെ തിന്നുന്നതിനേക്കാളും രസമുണ്ട്. സാധാരണ കുഴക്കട്ട തിന്നാത്ത ആളാന്ന് ദേവൂട്ടി. മധുരമില്ലാത്ത കുഴക്കട്ട പ്രത്യേകിച്ച് തിന്നൂല, മധുരമുള്ള കുഴക്കട്ട മാത്രമേ തിന്നൂ. അപ്പോൾ ഇത് ഇങ്ങനെയെല്ലാം വെറൈറ്റി ആക്കിയോണ്ട് കോപ്പ നിറച്ചും എടുത്തിട്ട് തിന്നുന്നുണ്ട്. അപ്പോൾ സൂപ്പറാന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ തിന്നിന് കേട്ടാ അങ്ങനെ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കുട്ടികൾക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ആക്കി കൊടുത്താൽ ഇവർ കഴിച്ചോളും. അപ്പോൾ ചായ കുടിയെല്ലാം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചക്ക ഏകദേശം ആവി ആയിട്ടുണ്ട് കേട്ടോ. 2 വിസിലടിച്ചിന്. സാധാരണ 1 വിസിലേ അടിക്കണ്ടെന്ന് തോന്നുന്നു ചക്കയിലെ കുക്കറിൽ. പക്ഷേ ഇതിന് ഞാൻ 2 വിസിലടിച്ചാലും നല്ലോണമൊന്നും വെന്തിട്ടില്ല. അതായത് ചള്ള് ചക്ക ആയതുകൊണ്ട്, ചള്ളെന്ന് പറഞ്ഞാൽ മൂക്കാത്ത ചക്ക ആയതുകൊണ്ട് പിന്നെ എത്ര വെന്താലും വെകാത്ത പോലെ തന്നെ കിടക്കും. പിന്നെ അതൊരു കളറും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ സാധാരണ ചക്ക തിന്നുമ്പോൾ നൂല് പോലെയുള്ള അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ടേസ്റ്റ് കുറവാണ്. നല്ല മൂത്ത ചക്കേനെ അപേക്ഷിച്ച് ഈ ചള്ള് ചക്ക ടേസ്റ്റ് കുറവാണ് എൻ്റെ അഭിപ്രായത്തിൽ. നിങ്ങളതോ അഭിപ്രായം പറയണേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ തീരുന്ന കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇതല്ലേ ഉള്ളൂ കേട്ടോ. വീട്ടുവിശേഷങ്ങളും കുറച്ച് കാര്യങ്ങൾ അതല്ലേ എനിക്ക് കാണിക്കാനുള്ള വീഡിയോയിൽ. പുറത്ത് പോയിട്ടൊന്നും വീഡിയോ എടുക്കാനുള്ള ആ ഒരു സാഹചര്യമല്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ.